സൂപ്പർ പ്രമുഖയുടെ അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 3 മിനിറ്റ്. ഏൻ സഹകരിക്കണം. ഏൻ, നിങ്ങൾക്ക് ഇത്രയും സംശയമുണ്ട്, കെ ബാബുവിൽ നിന്ന് അച്ചാരം വാങ്ങിയെന്ന് വരെ സംശയമുണ്ട്, നിങ്ങൾക്കെങ്കിൽ എന്തിന് നിങ്ങളുടെ നേതാവ് ഈ വിജിലൻസിൽ തന്നെ പോയി കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂർ മൊഴി കൊടുക്കണം? അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ആര് വേണമെങ്കിലും തെളിവുകൾ അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കൂ. വിജിലൻസിനോടും അദ്ദേഹം പറയുകയുണ്ടായി. വിജിലൻസ് വീണ്ടും കേൾക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് അസൗകര്യമുണ്ട്, വീണ്ടും വരാമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് വിജിലൻസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സമയം പ്രതികരിക്കുന്നു, മറുവശത്ത് വിജിലൻസിലേക്ക് ഈ സർക്കാരിലെ ഏറ്റവും പ്രമുഖരെ പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് സമീപിക്കുന്നു? ഞാൻ പറഞ്ഞോട് വേണു, ഇപ്പോ ഞാൻ മാധ്യമത്തിന്റെ ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ മാധ്യമത്തിനെതിരല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭരണഘടനാ സംവിധാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാതെ സാമാന്യ ജനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? എൻ്റെ അഭിപ്രായത്തിൽ വിജിലൻസിനെ ശക്തിപ്പെടുത്തണം, വിജിലൻസിനെ ഇൻഡിപെൻഡൻ്റ് ആക്കണം, വിജിലൻസിന് വേണ്ടി നല്ലൊരു ബോഡി ഉണ്ടാക്കണം. അതിന് ലോക്കപ്പ് വേണോ അല്ലെങ്കിൽ ലോക്കർ വേണോ, ഇതിൽ ചെറിയ ചെറിയ വിഷയങ്ങളല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ ചർച്ച ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട നയപരമായ സമീപനം സർക്കാരിനുണ്ടാകണം. കേരളത്തിൽ വിജിലൻസ് ശക്തിപ്പെടേണ്ട ആവശ്യമാണ്. ഇൻഡിപെൻഡൻറ്റ് ബോഡികൾ ഉണ്ടാകണം. കാരണം കേരളത്തിൽ ആർ ബാലകൃഷ്ണപിള്ള ഒഴികെ ആരും ഇന്നേ വരെ ശിക്ഷിക്കപ്പെടാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഭരണകക്ഷിയുടെ ചട്ടുകങ്ങളായി വിജിലൻസ് പ്രവർത്തിക്കുന്നു. ഇപ്പം കഴിഞ്ഞ കുറേ നാളുകളായി കുറേ ഉദ്യോഗസ്ഥന്മാർ വെറുതെ കുറേ ആളുകളെയൊക്കെ കൂട്ടി ഒരു ഉദ്യോഗസ്ഥ തലങ്ങളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സർക്കാരിന് നിലപാടില്ല. അതിന് പകരം 30 സെക്കൻഡ് ശരി, എനിക്ക് സമയം കളയാനില്ല. റഹീം, മറുപടി. ഇതേ വിജിലൻസിന് വിലക്കെടുത്തൊരു കാലമുണ്ടേ. ശ്രീ വേണു, എനിക്ക് ചില അല്പസമയം തരണം. ഞാൻ ഇടയ്ക്ക് ഇടപെടാതിരുന്നത് ദൗർബല്യമായി കാണരുത്. വിലക്കെടുത്ത കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ നിന്നുള്ളൊരു പരിവർത്തനമാണിത്. ആ പരിവർത്തനത്തെ പൊതുസമൂഹം സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ട് BJP സ്വാഗതം ചെയ്യാനാകുന്നില്ല? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഇവിടെ പറഞ്ഞ നിലപാട് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി എടുക്കുന്ന നിലപാടതല്ല, ബാബു എടുക്കുന്ന നിലപാടതല്ല, ഹസൻ എടുക്കുന്ന നിലപാടതല്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനേക്കാൾ തീവ്രമായൊരു നിലപാട് BJP എടുക്കുന്നു. ആ നിലപാടിൻ്റെ തുടർച്ച മാത്രമാണ് ശ്രീ വി മുരളീധരൻ കൊടുത്ത ഈ മൊഴി. വെറുതെയാണ്. ഈ കോൺഗ്രസിനെ രക്ഷിക്കുക, കോൺഗ്രസിനെ ഫേസ് സേവ് ചെയ്യുക, അങ്ങനെ ഒരു പണിയായി ഇന്ന് BJP ആസ്ഥാനം മാറിയിരിക്കുന്നു. ഇവിടെ അന്ധമായ BJPയുടെ മാർക്സിസ്റ്റ് വിരോധത്തിൽ എന്തൊക്കെയോ പുലമ്പുകയാണ്. ഞാൻ പറയട്ടെ, ഞങ്ങൾക്കെതിരെ നിങ്ങളുടെ കയ്യിൽ കേന്ദ്ര ഏജൻസികളുണ്ടല്ലോ. നിങ്ങൾ ഈ പറയുന്ന സഖാവ് പിണറായിയെ സംബന്ധിച്ച്, സഖാവ് കോടിയേരിയെ സംബന്ധിച്ച് നിങ്ങൾ ഉന്നയിച്ച വി മുരളീധരൻ കൊടുത്ത മൊഴി ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇവിടെ അല്ലല്ലോ. അവർ പറഞ്ഞത് അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അന്വേഷിക്കാൻ? ഇതൊക്കെ വെറുതെയാണ്. എന്തെങ്കിലും ഉണ്ടോ? എവിഡൻഷ്യലാണ്. കേന്ദ്രത്തിൽ അന്വേഷിക്കാമെന്ന് 10 സെക്കൻഡ്. ഞാൻ അദ്ദേഹം പറഞ്ഞത് അത് CBI ഇടപെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ നേതാവ് ജയരാജൻ ജയിലിൽ പോയത്. ഇനി വരാൻ പോകുന്നുള്ളൂ പിണറായി. ഇവിടെ വരുന്ന പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന CBIയുടെ ചരിത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രതികളെ ഒതുക്കുന്നതിനുള്ള പൊതുജന താല്പര്യാർത്ഥം നിങ്ങൾ കോൺഗ്രസിന്റെ വക്കാലത്ത് എടുക്കരുത്. കോൺഗ്രസിന്റെ വക്കീലായി നിങ്ങൾ ഈ ചർച്ചയിൽ കേരളം ഭരിക്കുമ്പോൾ അതായത് ഇപ്പൊ ഇതില് മലബാർ സിമന്റിന്റെ MD അറസ്റ്റ് ചെയ്ത് ശരിയാ, പക്ഷെ അദ്ദേഹം ഇപ്പോഴും റിയാബ് എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനത്തിന്റെ തലവനായിട്ട് ഇരിക്കുകയാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടും. അത് ഇടതുപക്ഷം പരിശോധിക്കേണ്ട കാര്യമാണ് ഞാൻ വിചാരിക്കുന്നു. അല്ല, ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യാതെ പോയൊരു വിഷയമുണ്ട്. കാര്യം ലോക്കപ്പിനെ കുറിച്ച് മാത്രമായി പോയി ഇന്നത്തെ ചർച്ച. വിജിലൻസിൻ്റെ ഡയറക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വിജിലൻസിനകത്ത് സ്ഥലം മാറ്റത്തിന് വളരെ ഒരു മാനദണ്ഡം വേണം. ആ മാനദണ്ഡം വേണമെന്നുള്ള നാളെ കാണപ്പെടാൻ പോകുന്ന കാര്യമാണ്. കാരണം വിജിലൻസ് ഡയറക്ടറുടെ ആവശ്യം ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയൻ അംഗീകരിക്കുന്നു എന്നുള്ളത്. സ്ഥലമാറ്റമെന്ന് പറയുമ്പോൾ വിജിലൻസ് ഇഷ്ടപ്പെടാത്ത ആളുകളെയാണ് സാധാരണ സ്ഥലമാറ്റം ചെയ്ത കാര്യം. ഒരു സ്ഥലത്തും ആവശ്യമില്ലാത്തവരെയാണ് പണ്ടൊക്കെ ഇത്തരം സ്പെഷ്യൽ യൂണിറ്റിലേക്ക് സ്ഥലമാറ്റുന്നത്.
വളരെ നല്ലൊരു നിർദ്ദേശമാണ് വിജിലൻസ് ഡയറക്ടർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം വിജിലൻസിനകത്ത് സ്ഥലം മാറ്റത്തിന് മാനദണ്ഡം അനിവാര്യമാണ്. അതും ചർച്ച ചെയ്യപ്പെടും. ഈ ഗവൺമെന്റ് അത് അംഗീകരിക്കുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് പരാധീനതകളിൽ ഒന്നാണ് അദ്ദേഹം ഇന്ന് സൂചിപ്പിച്ചത്. ആ പരാധീനതകളെല്ലാം പരിഹരിച്ച് വിജിലൻസിനെ മോഡേണൈസ് ചെയ്യണം, വിജിലൻസിനെ സ്വതന്ത്രമാക്കണം. അങ്ങനെ ഒരു നയം LDF-നുണ്ട്. ആ നയത്തിനാണ് ജനങ്ങൾ നൽകിയ അംഗീകാരം. ആ നയവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.